ലൈംഗിക പീഡന ഭ്രൂണഹത്യ കേസുകളിൽ പുതിയ ഹർജിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടച്ചിട്ട മുറിയിൽ കേസ് പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് സെഷൻസ് കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് രാഹുൽ. ഇപ്പോൾ ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട്. ഷഫീദ്, ഒളിവിൽ കഴിയുമ്പോഴും ഈ പരാതിക്കാരിക്കെതിരായിട്ടുള്ള തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ 2 ഘട്ടങ്ങളിലായി അഭിഭാഷകൻ മുഖേന കോടതിയിൽ എത്തിച്ചതാണ്. ഇപ്പോൾ പുതിയൊരു ഹർജി കൂടി ഫയൽ ചെയ്തിരിക്കുന്നു. അടച്ചിട്ട മുറിയിൽ കേൾക്കണം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്നതാണ്. മാധ്യമങ്ങളിലേക്ക് വാർത്ത എത്താതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമായിട്ട് വേണ്ടി നമ്മളത് മനസ്സിലാക്കാൻ. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ ഷഫീദ്? ഇതിപ്പോൾ 3ാം തവണയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹർജിയുമായി സെഷൻസ് കോടതിയെ സമീപിക്കുന്നത്. ആദ്യ തവണ ആന്റിസിപ്പേറ്ററി ബെയിൽ, മുൻകൂർ ജാമ്യാപേക്ഷ അത് നൽകി. അതിനുശേഷം പിന്നീട് അദ്ദേഹം 2 ഘട്ടങ്ങളിലായി ഒരു ഹർജിയിലൂടെ സീൽഡ് കവറിൽ അദ്ദേഹത്തിന് പറയാനുള്ള, കൈമാറാനുള്ള തെളിവുകൾ നൽകി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് അല്പസമയം മുൻപാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മറ്റൊരു പുതിയ ഹർജി രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിട്ടുള്ളത്. ഇതിൽ പറയുന്നത് ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ഇതുമായി ബന്ധപ്പെട്ട് വേണം, ഉറപ്പിക്കണം എന്നുള്ളതാണ്. അതായത് അടച്ചിട്ട മുറിയിൽ കേസ് പരിഗണിക്കണം എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്ന കാര്യം. അതായത് നമുക്കറിയാം, ഈ ജാമ്യ ഹർജി കേൾക്കുമ്പോൾ, മുൻകൂർ ജാമ്യ ഹർജി കേൾക്കുമ്പോൾ കൺസേൺഡ് അഭിഭാഷകരും ജഡ്ജുമല്ലാതെ മറ്റാരും പാടില്ല എന്നുള്ളതാണ് ഇതിലെ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത്. സ്വാഭാവികമായും അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനോട് കോടതി എന്ത് സമീപനം എടുക്കുമെന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും നാളെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഈ വിവരങ്ങൾ പുറത്തേക്ക് വരാൻ പാടില്ല എന്ന് ഏതാണ്ട് തീരുമാനിച്ചതുപോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ആവശ്യം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കോടതി സ്വാഭാവികമായിട്ട് ഇയാൾ പ്രതിസ്ഥാനത്തുള്ളയാളാണ്. കോടതി ഇത്തരം സമീപനങ്ങളോട് മറ്റു ചില കേസുകൾ എടുത്ത സമീപനങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ആവശ്യത്തോടെ എങ്ങനെ പരിഗണിക്കുമെന്നുള്ള കാര്യം ഇപ്പോഴും അടച്ചിട്ട കോടതി മുറിയിൽ കേൾക്കണം എന്നൊരു ആവശ്യം കോടതി മുൻപാകെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിൽ നേരത്തെ ഷഫീദ് സൂചിപ്പിച്ചതുപോലെ പ്രതിയാക്കപ്പെട്ട ഒരു MLA മുന്നോട്ട് വെക്കുമ്പോൾ അതിന് രാഹുൽ നിരത്തുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഏത് സാഹചര്യത്തിൽ അങ്ങനെ വേണമെന്നാണ് രാഹുൽ ആവശ്യപ്പെടുന്നത്? ഇക്കാര്യത്തിൽ വ്യക്തിപരമായ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് അവരുടെ പ്രൈവസിയിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും സംബന്ധിച്ച് കോടതിക്ക് മുൻപാകെ എത്തിക്കണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അഭിഭാഷകൻ വഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മാത്രമല്ല, ഒരു MLA എന്ന നിലയിലും സ്വകാര്യ വ്യക്തി എന്ന നിലയിലും തനിക്ക് സ്വകാര്യത കീപ്പ് ചെയ്യേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇക്കാര്യം ഗൗരവത്തിൽ പരിഗണിക്കേണ്ട ഒരു കേസായതിനാൽ ഇതിലെ കാര്യങ്ങൾ പുറത്തേക്ക് പോകുന്നത് കേസിനെ ബാധിക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഇത്തരം ഹർജികൾ ഒരു 2 തവണയൊക്കെ പരിഗണിച്ച ശേഷമാണ് കോടതി അനുവദിക്കുക. സെഷൻസ് കോടതി ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും അറിയില്ല. മാത്രമല്ല, ഇക്കാര്യത്തിൽ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ആവശ്യങ്ങൾക്കായിരിക്കും പരമാവധി പരിഗണന കോടതി നൽകുക. അതിനുശേഷം മാത്രമായിരിക്കും പ്രതി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ, അദ്ദേഹം ഉയർത്തുന്ന ആവശ്യങ്ങളിലേക്ക് പരിഗണന കൊണ്ടുവരിക. ഈ കേസിന് മറ്റൊരു സ്വഭാവം കൂടി ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അത് രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റും അതേപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടിയാണ്. ഏതായാലും ഇക്കാര്യം, അതായത് ഈ അടച്ചിട്ട കോടതി മുറിയിൽ വാദം കേൾക്കണം എന്നുള്ള ആവശ്യം അത് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി എങ്ങനെ കാണും എന്നുള്ളത് ഇപ്പോഴും സംശയാസ്പദമാണ്. സ്വാഭാവികമായും അയാൾ ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ് എന്നുള്ളൊരു ഘട്ടം കൂടിയുണ്ട്. GK. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, പുതിയ ഹർജി കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരിക്കുന്നു. അത് ഈ കേസിൽ അടച്ചിട്ട കോടതിയിൽ വാദം കേൾക്കണം എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ചില സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. തങ്ങൾക്ക് ഇരുവർക്കും ഇടയിലുള്ള സംഭാഷണങ്ങളടക്കമുള്ള കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ സ്വകാര്യത ആവശ്യമാണ്, അടച്ചിട്ട കോടതിയിൽ കേൾക്കണം എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുതിയ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒളിവിൽ കഴിയുമ്പോഴും ഈ പ്രതി ചേർക്കപ്പെട്ട MLA, പാലക്കാടിന്റെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ 2 തവണകളായി സീൽ വെച്ച കവറിൽ തെളിവുകൾ, ഡിജിറ്റൽ രേഖകൾ അടക്കമുള്ള തെളിവുകൾ, പരാതിക്കാരിക്കെതിരായിട്ടുള്ള തെളിവുകൾ കോടതിയിൽ അഭിഭാഷകൻ മുഖേന ഹാജരാക്കിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ചിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി നാളെയാണ് പരിഗണിക്കുന്നത്. അതിന് തൊട്ടു മുൻപാണ് മറ്റൊരു പുതിയ ഹർജി കൂടി രാഹുൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട ആവശ്യമായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്, ഈ സെഷൻസ് കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിലൂടെ ആവശ്യപ്പെടുന്നത് ഇത് അടച്ചിട്ട മുറിയിൽ ഈ കേസ് പരിഗണിക്കണം എന്ന ആവശ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.